ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. മഴക്ക് ഇങ്ങനെ ചോർന്ന് അല്ലേ? ഇന്ന് ഉച്ച വരെ വെയിലായിരുന്നു, ഉച്ചൻ്റെ ശേഷം നല്ല മഴ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. അപ്പം മഴൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് കൊലയിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. മുത്ത് കുളത്തിലൊക്കെ ചാടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇന്ന് ലീവാണ് ആള്. അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ ഇപ്പോൾ ചെറിയ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴയൊക്കെ കൊണ്ട് മഴ നനഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ പഴയ കാലങ്ങൾ, നമ്മുടെ ചെറുപ്പം ഇങ്ങനെ ചളിയിലും മഴയിലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ ഇപ്പോൾ പല രോഗങ്ങളൊക്കെ ഉണ്ട്. സംഭവം ശരിയാണ്. തണുപ്പ് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുകയാണ് ആള്. ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഒരു തണുപ്പൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ. പക്ഷെ ഏത് നിമിഷം ഇറങ്ങാൻ സാധ്യത ആളിട്ടാ. അവ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ പിന്നെ ഇപ്പൊക്കെ മഴയത്ത് കുളത്തിൽ ഇങ്ങനെ കുളിക്കണം. ഭയങ്കര രസാണോ? ഞങ്ങളെ ചെറുപ്പത്തില് ഇവരൊന്നും ഞാന് കുളത്തേക്ക് പറഞ്ഞേക്കും. മുത്തൂരെ കുളത്തേക്ക് വിടായിട്ട് മുത്തു പറയണേ, നിങ്ങളൊന്നും കുളത്തുനിന്ന് നീച്ചില്ല. ഇപ്പൊ ഞങ്ങളെന്നൊക്കെ പറഞ്ഞേക്കാൻ പറ്റില്ല. ഞമ്മക്ക് പോലെ പറഞ്ഞേക്കാൻ പേടിയാണ്. ഓൾക്ക് എന്തെങ്കിലും പറ്റുമോ? പറ്റൂല, പക്ഷെ നമുക്ക് നല്ലൊരു പേടിയാണ്. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞേക്കുന്നത് നമുക്ക് പേടിയില്ല. അന്നത്തെ കാലം വിഷയമില്ല. ഒരു ദിവസം ഞാൻ കുളം ഇരുന്നിട്ടുണ്ട്. ഞാൻ കുളിച്ചിന്ന് കൂടുതൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറുക ഭാഗത്തുണ്ട്. കുറുകപ്പാടം എന്ന് പറയും. കുറുകപ്പാടത്ത് അതുണ്ട്. അതുപോലെ നല്ല ചെറുപ്പത്തിലൊക്കെ കോങ്ങാട്ടേറെ കുളം എന്ന് പറയും, പാടത്തെ കുളം എന്ന് പറയും. അതിൽ നല്ല ചാടിയുന്നത്. അതുപോലെ തന്നെ അമ്പലക്കുളം അതുണ്ട്, പക്ഷെ ചുരുക്കികളൊന്ന്. അമ്പലക്കുളം ഇന്നും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അമ്പലക്കുളം എന്ന് വെച്ചാൽ നമ്മളെ കോയിച്ചിനും കുറുകാപ്പാടത്ത് ഇറങ്ങുന്ന എന്താണ് ഹൈന്ദവ ക്ഷേത്രം അല്ലേ? ഹൈന്ദവ ക്ഷേത്രം അങ്ങോട്ട് ഇറങ്ങണ അതിലുള്ള അമ്പലക്കുളം. അത് വെള്ളം നല്ല മഴയൊക്കെ അടച്ചു പിടിച്ച് ഫുള്ള് വെള്ളം ഉണ്ടായാണ്ട് ഒഴുകി പോകുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ പൊന്നെ ചാടാൻ നിന്നുണ്ടല്ലോ, ചാടി ചാടി മടുക്കും അല്ലേ? ഇത് കണ്ടില്ലേ? വണ്ടി കഴിക്കാൻ പോയപ്പോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇബ്രാഹിം എന്ന് പറയും. ഞങ്ങൾ രണ്ടുപോളം ചെറുപ്പത്തിൽ ഇതേമാതിരി ആ കുളത്തിൽ ചാടാൻ പോയാൽ ഒരു വ്യക്തി, ആളെ പേര് പറയണില്ല, ഈ വ്യക്തി പായ് കഴുകുകയാണ്. അപ്പോൾ ഈ പായ് കഴുകല്ലേ, പണ്ടത്തെ കാലത്ത് പായിലാണല്ലോ കിടന്നിരുന്നത്. അപ്പോൾ പായ് കുളത്തിലിട്ട് ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഞാനും എൻ്റെ ഈ ഫ്രണ്ട് ഇബ്രാഹിം എന്ത് ചെയ്ത് വെള്ളത്തിൽ കൂടി ഇങ്ങനെ കൂളിട്ട് കണ്ട് ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ പോയി കണ്ട് ആ പായിൻ്റെ ഉള്ളിൽ ചോട്ടിലാണ്ട് പൊന്തി. പടച്ച തമ്പുരാനെ, ആ വ്യക്തി, ആ പായ് കഴുകുന്ന വ്യക്തി കാത്തോളിയോ പേടിച്ച് എന്ത് ജന്തുവാണ് ഈ പായിൻ്റെ ഉള്ളിൽ പൊന്തി വെച്ചിട്ട് ആ വ്യക്തിയാണ്ട് പേടിച്ച്. പിന്നെ ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് തന്നെ പരിസരത്തേക്ക് വഴിയടക്കാൻ പോലും പറ്റുന്നില്ല. അതേന്ന അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടെ. പണ്ടത്തെ വള്ളത്തിലെ ചാട്ടം കൂടി എല്ലാം അല്ലേ? അപ്പം ഞാൻ അടുത്ത് പറയും. അപ്പം നമ്മളെ എപ്പോഴും കാണിച്ചില്ലൊരു മൂച്ചി ഞങ്ങൾ മാങ്ങ ഉണ്ടായി തന്നെ കണ്ട് ആ മാങ്ങ പോത്ത് അറുത്തിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുത്ത്, പക്ഷെ വീഡിയോ നിൽക്കാതെ വീഡിയോ എന്തോ സംഭവിച്ചു. അങ്ങനെ വേണം. പക്ഷെ കഴിക്കണേ മാത്രം ഇതിലുണ്ടല്ലേ? കഴിക്കണുള്ളൂ, ഫുള്ളില്ല. അപ്പം മാങ്ങ കഴിക്കണം. നല്ല മധുരമുണ്ട്. നല്ല പിന്നെ നീലമാങ്ങയാണ്. അടിപൊളി മധുരം കേട്ടോ. അൽഹംദുലില്ലാ. അപ്പം നടാടെ മാങ്ങ ഉണ്ടായതിൻ്റെ സന്തോഷം നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി മാങ്ങ കടയിൽ നിന്ന് കൊണ്ടുവന്ന നീലം മാങ്ങ ഒന്ന് പോട്ട് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ? അതെ, പണ്ട് ഒരു 8-9 വർഷം മുമ്പ് നമ്മള് അങ്ങാടിയിൽ നിന്ന് കൊടുന്ന് മാങ്ങ കഴിച്ചിട്ട് അണ്ടി പുറത്തേക്ക് ഇടൂലേ? അങ്ങനെ കുട്ടികളെ വളർത്തിനേക്ക് വളർത്തില്ല, ഓരോ ദിവസവും വളർന്നു. പക്ഷെ 9 കൊല്ലം വെയിറ്റ് ചെയ്ത് ഒരു മാങ്ങ കഴിക്കാൻ അതൊക്കെ പോത്ത് ഇനി രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ കഴിച്ച കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കേ. കഴിച്ച കാര്യം പറഞ്ഞു തരാനേ പറ്റുള്ളൂ. വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോ നെക്കിയിട്ടില്ല തോന്നുന്നുണ്ട്. ഇതൊരു വീഡിയോ പൊട്ടന്മാരൊക്കെ ഒരുമിച്ചു പങ്കിട്ട ഒരുപാട് കഷ്ണങ്ങളൊക്കെയുണ്ട്. കുഞ്ഞിപ്പുണ്ടായിരുന്നു. ഇന്ന് മൊത്തം ലീവാട്ടാ, ഇന്ന് കടയിൽ പോയിട്ടില്ല. 15 പേര് കഴിച്ചു. ആ ഒരൊറ്റ മാങ്ങ നല്ല വലുപ്പമുള്ളത്. ഈ വീട്ടിൽ 6 പേര്, അനിയൻ്റെ വീട്ടിൽ അപ്പുറത്ത് 6 പേര്,
പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ഇവക്കും പ്രത്യേകിച്ച് വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെ 3 പേര് അല്ലേ? നല്ല രസീർന്ന മാങ്ങ അല്ലേ? നല്ല രസം. നീലമാങ്ങ സാധാ നമ്മൾ കടയിൽ നിന്ന് കൊടുന്ന് കഴിക്കുന്ന ടേസ്റ്റ് തന്നെ. അതെ, വേറെ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മള് നാസാഘട്ട മാങ്ങ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. അത് ആ ടേസ്റ്റ് ഇല്ല. കടയിൽ നിന്ന് കൊണ്ടുവരണം. അതന്നെ ചെറിയ കഷ്ണം കിട്ടിയോണം എന്തായാലും എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. പിന്നെ എന്ന് തൊഴിൽ നേരം വെച്ചാൽ നീച്ചല്ല. ആദ്യം മാങ്ങ നോക്കിയിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ തന്നെ പോവുള്ളൂ. ആദ്യം നോക്കും മാങ്ങ അവിടെ ഇല്ലേ. ഞാൻ അങ്ങനെ നോക്കും. എന്താ അതല്ല, ഞാൻ അങ്ങനെ നോക്കും. ചെറിയ ഇങ്ങനെ ആ മണം ഉണ്ടാവും പല്ലേച്ചില്ല. അപ്പൊ തോന്നി ആ മാങ്ങ നോക്കിയിട്ടില്ലാന്ന് അല്ലേ? ആ മാങ്ങ നോക്കിയ ശേഷം പല്ലേക്കല്ലേ? ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നോക്കൂലല്ലോ. പക്ഷെ ഞാൻ സമയത്ത് ഉണ്ടാവില്ല സത്യം പറഞ്ഞാല് അല്ലേ? ഞാൻ 4 മണിക്ക് സ്ഥലം വിടും. മാങ്ങ എന്നുണ്ടാകും. ഞാൻ ദിവസം മാങ്ങ ഒന്ന് കാണാതെ എനിക്ക് വന്ന് നേരെ അടുക്കളയിൽ എന്നാലേ ഫ്രിഡ്ജിലൊന്ന് മാങ്ങ നമുക്ക് അപ്പോഴേ ഒരു സമാധാനം കിട്ടുള്ളൂ. കയ്യാ വളരണേ കാലാ വളരണേ നോക്കി ഇറങ്ങില്ലേ? പിന്നെ ചെടികളൊക്കെ ആയാലും ഞാൻ ആദ്യം വന്ന് നോക്കലിന്റെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ മനസ്സിനൊരു സമാധാനാണ്. അപ്പൊ ഇന്നത്തെ വിഷയം കുറെ ദിവസം ഇങ്ങനത്തെ ബ്ലോഗ് ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. നല്ല മഴയാണ്. മഴയൊക്കെ തോർന്ന് മക്കളൊക്കെ മഴത്ത് കളിച്ച് അവിടെ ഒരു കോറുണ്ട്, വെള്ളം ഉണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനത്തെ കോറില്ല, കല്ല് കെട്ടിക്കാനുള്ള വെള്ളം. അത് ഞാനത് വീഡിയോ എടുത്തിരുന്നില്ലേ? അവർ ഓടനൊക്കെ വെള്ളത്തിൽ കൂടി. അത് ഇവിടെ വീഡിയോ കാണിക്കട്ടാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മളിങ്ങനെ ഇന്നാരും വിടൂല. ഇന്നത്തെ കാലത്ത് പകർച്ചവ്യാധി അത് നമ്മള് വീട്ടിലേക്ക് മുറ്റത്തേക്ക് ഒന്നും വിടൂല. പക്ഷെ നമ്മുടെ കുട്ടികൾ പൊതുവെ എങ്ങനെയാണെങ്കിലും മഴയൊക്കെ പെയ്താൽ മഴ ഫുള്ള് നനഞ്ഞ് അവർ ഓടി. ഞാൻ ഇറങ്ങട്ടെ? താഴത്ത് പോണ്ടേ? ഇത് കുളിച്ചതല്ലേ? കുളിച്ചിട്ടില്ലല്ലോ. അങ്ങ് കുറച്ച് സോപ്പൊക്കെ മേത്ത് വെച്ചാളാ. പിന്നെ ചളിവെള്ളം വരുന്നുണ്ടല്ലേ? ഓടണ്ടോ പൊന്നോ? അങ്ങനത്തെ ഒരു അസുഖം കാര്യമൊന്നും വരാറില്ല. അപ്പൊ അവരൊന്ന് അടിച്ചു പൊളിച്ച് മഴ കൊള്ളുന്ന അനിയത്തി ഗ്രൂപ്പൊക്കെ പോട്ടപ്പോ പറഞ്ഞ് എന്താണ് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടാണ്. അതേപോലെ മഴ കൊണ്ട ഒരാളാണ് ഈ കെടുക്കുന്നേട്ടാ. മഴ കൊള്ളിച്ചണ്ടാട്ടാറിഞ്ഞാണ്ട് അങ്ങനെ അതേ. അപ്പൊ തന്നെ അവരോട് കാണിന്ന് പറഞ്ഞേ ആയിക്കോട്ടെ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. മഴ കൊള്ളണം. ഞങ്ങൾ കുട്ടാടത്ത് ഇപ്പൊ എന്താ ചെയ്യല്? മഴ ചെയ്താല് എല്ലാരും പറിച്ചില്ലേ? വരുന്നുണ്ട്. എല്ലാരും ഒത്തിരി കളിക്കളി മഴ കൊള്ളും. നിന്റെ ഇപ്പൊ എന്താ മഴ ചെയ്താ വരടി എല്ലാരും കൂടി ഇറങ്ങിക്കൂടി മഴ കൊള്ളുക. എല്ലാരും മുറ്റത്തേക്ക് ഇറക്കും. കുട്ടികളെ ഇറക്കിക്കൊണ്ട് ഇറക്കും. അതുപോലെ പറയും നിങ്ങൾ കുട്ടികളെ മണ്ണെന്നൊക്കെ ഓടിച്ച് അകത്തേക്ക് കയറ്റിന് മണ്ണിലൊക്കെ കളിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് പ്രതിരോധ ശക്തി കിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെയാണ് മണ്ണ് കളിച്ചാൽ ഞാൻ പറയുന്നത് തന്നെ. ഞാൻ വെച്ചാൽ വേറെ ആൾക്കാണ്. വേറെ എനിക്കിപ്പില്ലല്ലോ, ഒരു പെല്ലുള്ളൂ. അതിന് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊക്കെ പുറത്ത് ഇങ്ങനെ മയത്ത് കളിച്ച മഴ വന്നാൽ ഞങ്ങള് മുറ്റത്തിന്റെ ഇറങ്ങും. ഇങ്ങനെ സിമെന്റിന്റെ മിറ്റല്ല, അത് അടിച്ചോരുക. മഴ കൊണ്ടിട്ട് ഭയങ്കര രസമാണ്. ഇപ്പൊ പിന്നെ പേടിയൊന്നും മഴ. അങ്ങനെ ഇപ്പൊ മുമ്പത്തേക്കത്തെ അസുഖങ്ങളല്ലല്ലോ. മഞ്ഞപ്പിത്തം പല രോഗം വന്നില്ല. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വിശേഷം നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കാം. മഴ ചെയ്ത് എല്ലാവരും നല്ല തണുത്ത് നല്ലത് അടിപൊളിയായിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊന്നും ഞങ്ങളെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ചായ അടിക്കണം. കടി എന്താ? കടിയൊന്നുമില്ല. കാത്തോളിയോ? അപ്പൊ ഞാൻ എന്തേ കൊണ്ടുവരും.
പൊന്നാര മക്കളെ 6 പേരുണ്ട്. 2 കടയെങ്കിലും മട വരും. അപ്പോൾ 15 രൂപ കൂട്ടിയാൽ 120 രൂപ വേണം അല്ലേ? എനിക്ക് വേണ്ട, പിന്നെ എടുക്കരുതിട്ടാ. ഞാൻ വേണ്ടായിരുന്നാലും കൊണ്ടുപോകും. ഇന്ന് സ്പെഷ്യൽ കടി ഉണ്ട്. കാരണം അതിൽ അടിപൊളി കറി മാളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിക്ക് ജസ്റ്റ് പൊറാട്ട എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ രാത്രികത്തും വൈകുന്നേരത്തും കൂടെയൊക്കെ ഒന്നിച്ച് ആളെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബട്ടർ ചിക്കൻ ഇല്ല, അതൊക്കെ അടിപൊളി. ഇപ്പൊ 2 പ്രാവശ്യം ഉണ്ടാക്കി, രണ്ടും അടിപൊളിയായിരുന്നു അല്ലേ? അതുപോലെ ഉണ്ടാക്കാൻ കുറച്ചും മേലെ പറഞ്ഞിട്ടുള്ളൂ. അതാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. അപ്പം മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പോകണം. മറ്റുള്ളവർ നിങ്ങളുടെ എത്തിയില്ല. കുട്ടികളൊക്കെ താണ്ടാൻ മോഡലും അവിടെ നല്ല ബാവ തന്നെ നല്ല അടിപൊളി മാങ്ങ കിട്ടും. അതൊക്കെ പെറുക്കി അവരിങ്ങനെ ചെറുപ്പം ആസ്വദിക്കണ പഴയ നമ്മുടെ കാലം പോലെ. പക്ഷെ എന്താ പറയുക, അവിടെ കിണറുണ്ട്, എനിക്ക് പേടിയാണ്. ആണ് പേടി. ആൾമറില്ലാത്തൊരു കിണറുണ്ട്. അപ്പൊ എനിക്ക് അതിലേക്ക് ചാടോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അതിന് കുഞ്ഞു ബ്ലോഗാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമന്റിലൂടെ ഒക്കെ വരും അല്ലേ? എല്ലാവരും കമന്റ് ഇടുക. പിന്നെ ഇനിയും പുതിയ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതെ, ഇനി അടിപൊളി വീഡിയോ വരാൻ കേട്ടാ അല്ലേ? നമ്മുടെ കുറച്ച് കഥകൾ വരാണ്ട് ഇല്ലേ? പറഞ്ഞൂടെ? നല്ലൊരു ഞങ്ങൾ ശരിക്കും ഇത് പറഞ്ഞ ഈ വീട് ലെങ്ത് കൂട്ടല്ല അല്ലേ? ശരിക്കും ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റുകാരാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റുകാരാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റുകാർ എങ്ങനെയാണ് ഈ മലപ്പുറം ഡിസ്ട്രിക്ട് ഇവിടെ എത്തിയെന്നുള്ള ഒരു കഥ നിങ്ങൾക്ക് വരാണ്ട്. അത് കുറച്ച് വൈകാതെ തന്നെ വരും അല്ലേ? ജസ്റ്റ് ഇതിൽ സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ എൻ്റെ പേരില്ല, ഈ വീഡിയോ എൻ്റെ പേര് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ സപ്പോർട്ട് ചെയ്യുക. നാളെ പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.